ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് നുറുക്ക് ഗോതമ്പും ക്യാരറ്റും പാലും വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഇതിന് നമുക്ക് ചൈന ഗ്രാസോ ജലാറ്റിനോ കോൺഫ്ലോറോ ഒന്നും ആവശ്യമില്ല കേട്ടോ. വളരെ എളുപ്പമാണ്, വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ ഇതെങ്ങനെ നോക്കിയാലോ. ആദ്യം തന്നെ നമ്മൾ നുറുക്ക് ഗോതമ്പ് നന്നായിട്ടൊന്ന് കുതിർത്ത് വെക്കുക. അതിനുശേഷം കഴുകി വാരി എടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2 ഗ്ലാസ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 5 മണിക്കൂറെങ്കിലും നിങ്ങൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുക കേട്ടോ. കൈകൊണ്ടിങ്ങനെ ഇരടിയിട്ടുണ്ടെങ്കിൽ നല്ല പോലെ അലിഞ്ഞു വരുന്ന ഒരു പാകം ആവണം, എന്നാലേ നമുക്ക് ശരിക്കും അരച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇതിലേക്കൊരു വലിയ ക്യാരറ്റ് കഴുകി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർക്കുന്നുണ്ട്. പച്ചയായിട്ടുള്ള ക്യാരറ്റാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 2ഓ 3ഓ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്താം. അപ്പോൾ ക്യാരറ്റും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള പാലും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഫ്രഷ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി പാല് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാലിലും ഇത് അരച്ചെടുക്കുക. തേങ്ങാപ്പാൽ ചേർത്താൽ മതി. നല്ല പോലെ അരച്ചതിന് ശേഷം ഒരു അരിപ്പയിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കണം. അതിൻ്റെ ആ ഒരു തവിടൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതുപോലെ അരിച്ചതിന് ശേഷം മാത്രം ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാരറ്റ് ചേർത്തുകൊണ്ട് തന്നെ ഇത് വെന്ത് വരുന്ന സമയത്ത് നല്ലൊരു കളറ് കിട്ടും നമ്മുടെ ഈ ഒരു പുഡിങ്ങിന്. അതിന് വേണ്ടിയിട്ടാണ് ക്യാരറ്റ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗ ഓണാക്കിയിട്ട് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഒരുപാട് തീ കൂട്ടി വെക്കരുത് കേട്ടോ, പെട്ടെന്ന് തന്നെ അടി പിടിക്കും ഗോതമ്പായത് കാരണം തന്നെ. അപ്പോൾ തീയൊന്ന് കുറച്ച് വെച്ചിട്ട് കൈ എടുക്കാണ്ട് നല്ല പോലെ ഇളക്കി നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ വെന്ത് വരുന്ന സമയമാകുമ്പോൾ ഇങ്ങനെ കുറച്ച് കട്ടിയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ ഒരു സമയത്തൊക്കെ കൈ വിടാണ്ട് നല്ല പോലെ ഇളക്കിയെടുത്താൽ മതി. നമ്മൾ കസ്റ്റർഡൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഗോതമ്പായത് കാരണം തന്നെ നല്ല കട്ടിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കോൺഫ്ലോറോ ജലാറ്റിനോ ചൈന ഗ്രാസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല നാച്ചുറലായിട്ട് തന്നെ പുഡിങ്ങിൻ്റെ ആ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടും. അപ്പോൾ നല്ല പോലെ കട്ടിയായി വരുന്നുണ്ട്. ഈ കട്ടിയായി വരുന്ന സമയത്തൊക്കെ നിങ്ങൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കും. നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളാകുമ്പോൾ അടി പിടിക്കണത് കുറച്ചൊന്ന് കുറയും കേട്ടോ. ഇത് അലൂമിനിയം സ്റ്റീലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കണം. അപ്പോൾ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. വെന്ത് വരുന്ന സമയത്ത് ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി വരും. ഇനി ഞാൻ കോക്കനട്ടിൻ്റെ എസൻസാണ് ഒഴിക്കുന്നത്. ഒരു 2 ടീസ്പൂൺ എസൻസ് ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഏലക്കാപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, ഇല്ലെങ്കിൽ വാനില എസൻസോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് എസൻസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കോക്കനട്ട് എസൻസ് ഉള്ളതുകൊണ്ട് അത് ചേർത്താണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് അത് ചേർത്താൽ മതി. അപ്പോൾ നല്ലൊരു കളറായിട്ടുണ്ട് കേട്ടോ. അത് വെന്തതിന് ശേഷമാണ് ഇതുപോലെ നമുക്ക് ആ ഒരു ക്യാരറ്റിൻ്റെ കളർ കിട്ടുന്നത്. ഇനി കുറച്ച് ചെറിയ തീയിൽ വെച്ചിട്ട് കുറച്ച് സമയം കൂടെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഗോതമ്പ് നല്ല പോലെ തന്നെ വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ നല്ല കട്ടിയായിട്ട് വരുന്ന ആ ഒരു സമയത്താണ് നമ്മൾ തീ ഓഫ് ചെയ്യേണ്ടത്. നമ്മുടെ ചട്ടകത്തിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ചട്ടകത്തിൽ നിന്ന് ചാടാൻ ബുദ്ധിമുട്ടുള്ള ആ ഒരു ടെക്സ്ചറാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചട്ടകത്തിൽ നിന്ന് ചാടുന്ന ആ ഒരു ടെക്സ്ചറിൽ എടുക്കരുത്. കുറച്ചും കൂടെ കട്ടിയായിട്ട് നിങ്ങൾ തീ ഓഫ് ചെയ്യുക. അപ്പോൾ നല്ല കട്ടിയായിട്ടുണ്ട്. അപ്പോൾ കണ്ടാൽ നമ്മൾ കസ്റ്റർഡൊക്കെ കുറുക്കിയെടുത്ത ആ ഒരു പാകമായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യേണ്ടത് ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കുക. ഇനി ചെറിയ കുഞ്ഞു ബൗളിലാക്കിയിട്ടാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് വലിയൊരു ലോ ടിന്നിലാണ് ഒഴിച്ച് വെക്കുന്നത്, കുറച്ച് നീളത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾ ഏത് നല്ല ഭംഗിയുള്ള പുഡിംഗ് പാത്രങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ നല്ല പോലെ ഒന്ന് നിരത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ചൂടോട് കൂടി തന്നെയാണ് ടിന്നിലേക്ക് മാറ്റിയിട്ടുള്ളത്. നമ്മൾ പാത്രത്തിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതങ്ങോട്ട് കട്ടിയായി പോവും. അതുകൊണ്ട് ചൂടോട് കൂടി തന്നെ നമ്മൾ ഏത് പാത്രത്തിലേക്കാണോ മാറ്റുന്നത് ആ പാത്രത്തിൽ ഒഴിച്ച് വെക്കുക. ഇനി നല്ല പോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ പുറത്ത് വെച്ചാൽ തന്നെ കുറച്ച് സമയം വെച്ചാൽ നന്നായിട്ട് സെറ്റായി കിട്ടും. ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടാണ് നമുക്ക് കഴിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് റീമോൾഡ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഞാനൊരു 1/2 മണിക്കൂർ ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്, പെട്ടെന്നൊന്ന് കട്ടിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് സൈഡൊക്കെ ഒന്ന് വിടിച്ചിട്ട് ഒരു പ്ലേറ്റിലേക്ക് തട്ടി കൊടുക്കുക.
ഇനി ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് നട്ട്സോ അല്ലെങ്കിൽ വറുത്ത സേമിയ വെച്ചിട്ടോ അല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബദാം, അതുപോലെ പിസ്ത, അണ്ടിപ്പരിപ്പ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തൊന്ന് പൊടിച്ചിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ സേമിയ ഒന്ന് നെയ്യിൽ വറുത്തിട്ട് വേണമെങ്കിലും ചെറുതാക്കി പൊടിച്ചിട്ട് വേണമെങ്കിലും ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ കഴിക്കുന്ന സമയത്ത് എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെയൊക്കെ ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ നുറുക്ക് ഗോതമ്പൊക്കെ എല്ലാവരുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഷേപ്പിലും ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതുപോലെയാണ് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ചെറിയ ടിന്നിലാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.